അങ്ങനെ ഇതാ നമ്മളെ കുനാഫ ചോക്ലേറ്റ് സെറ്റ് ആയിക്കണ്, രണ്ടും സെറ്റ് ആയിക്കണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, ഇതൊരു തട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ ഇതിലാണ് കുറെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് കാണാനല്ല നല്ല ഭംഗിയുള്ളത്. അപ്പൊ ഏതായാലും കഴിച്ചു നോക്കട്ടാ, കൂടുതൽ വാചകടിച്ച് നടക്കണില്ല. നമ്മളെ കുറച്ച് ദിവസം മുന്നേ ബർത്ത്ഡേക്ക് ഒരു വ്ളോഗ് കിട്ടിയിരുന്നല്ലോ, നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മറ്റേ ചീസ് കേക്ക്, അതിന്റെ ബാക്കി സാധന സാമഗ്രികളാണ് ഇതൊക്കെ. ഇതാ നമ്മളെ കുനാഫഡോ, പിന്നെ നമ്മളെ ചോക്ലേറ്റ്, പിന്നെ ബട്ടർ. ഇത് ബാക്കി വന്നതല്ല, ഇത് നമ്മൾ ഇന്നലെ പോയി വാങ്ങിയത്. ഇതൊക്കെ ബാക്കി വന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതിപ്പോ ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 ദിവസമായി. എന്റെ അമ്മ അങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കും, ഇപ്പോ സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, കേടുവരും 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 എന്ന്. ഇപ്പൊ ഇടക്കിടക്ക് മഴ വീണങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മഴ പെയ്ത് ഏതെങ്കിലും ഒരു ദിവസം രാത്രി തൊട്ട് രാവിലെ വരെ കറണ്ട് പോയാൽ ഫ്രിഡ്ജിൽ ഇരിക്കണ ഈ സാധനത്തിന്റെ ഒക്കെ അവസ്ഥ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഊഹിച്ചൂടെ. അങ്ങനെ കേട് വന്നാൽ പിന്നിന്റെ കാര്യത്തിൽ തീരുമാനവും. അപ്പൊ നമുക്ക് വേഗം പരിപാടി തുടങ്ങാം. അല്ല എന്താ ഉണ്ടാക്കണമെന്നല്ലേ, നമ്മളെ സ്വന്തം ദുബായ് കുനാഫ ചോക്ലേറ്റ്. അത് തന്നെ നമ്മളിതിന്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് കഴിച്ചതാണ്, ഒരാൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. നമ്മളെ വേർഷൻ ഇല്ലാഞ്ഞാല് അതൊരു മോശത്തരല്ലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കുനാഫ ചോക്ലേറ്റ്. നമ്മളെ കുനാഫയുടെ ബട്ടറിൽ ഇതാ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിയാവും. നമ്മളെ പിസ്താഷ്യൂ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പിസ്തയാണ്. തോടും പിസ്തയും കൂടെ വെച്ച് നോക്കുമ്പോ തോടൊരു 200 ഗ്രാമോ ഇതൊരു 50 ഗ്രാമോ ഉണ്ടാ പറയാം. പക്ഷെ നമ്മള് വാങ്ങിയത് 100 ഗ്രാമാണ്. അപ്പൊ അങ്ങനെ 200 ഗ്രാം ഉണ്ടാവുന്നല്ലേ. വെറുതെ നേരം പോക്കിന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ പിസ്തക്ക് എന്താ പറയാ പുഴുങ്ങാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിരുന്നു. അതിപ്പോ ഏതായാലും തിളച്ച് കളിച്ച് വറ്റീന്നാ തോന്നണത്. ഇത് തോട് വലിച്ചിട്ട് കിട്ടണ്ടേ. ഞാൻ എന്തായാലും കണ്ടിട്ട് കൊടുക്കാം. അപ്പൊ ഇതാ നമുക്ക് അടുത്തത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് അരിഞ്ഞ് പീസാക്കി എടുക്കാം. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടേ ഈ മോൾഡിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഏതായാലും നമുക്ക് ചോക്ലേറ്റ് ഇതിനുള്ളിൽ ഫസ്റ്റ് ആക്കട്ടോ. അങ്ങനെ എന്താ നമ്മളെ പിസ്താഷ്യൂ ക്രീം ഇവിടെ സെറ്റ് ആയിക്കണ്. ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പോ നല്ല ക്രീമി ആയി വന്നില്ല. നമ്മൾ ഇത് അങ്ങനെ ആക്കാത്തതാണ്, കാര്യം കടിക്കാൻ കിട്ടുമ്പോ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ചെടുക്കുക. ഇത് പുറത്ത് ലവ് ഷേപ്പ് ഒന്നും ആവില്ല തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മളെ കുനാഫ ചോക്ലേറ്റ് സെറ്റ് ആയിക്കണ്, രണ്ടും സെറ്റ് ആയിക്കണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, ഇതൊരു തട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ ഇതിലാണ് കുറെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് കാണാനല്ല നല്ല ഭംഗിയുള്ളത്. അപ്പൊ ഏതായാലും കഴിച്ചു നോക്കട്ടാ, കൂടുതൽ വാചക